ഇത് രണ്ടാം പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ രാവിലെ ഇതാ സാധനങ്ങളൊക്കെ മുജിക്ക വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസവും കുറച്ച് വിരുന്നുകാരുണ്ട്. അതായത് മൂത്താപ്പാൻ്റെ മകളാണ്. എനിക്ക് നാത്തൂനായിട്ട് വരും. ഉമ്മ ഇവിടെ ചെറിയുള്ളി തൊലിക്കുന്ന തിരക്കിലാണ്. കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് കളിക്കുന്ന തിരക്കിലാണ്. പിന്നെ ഇതാണ് നാത്തൂന്. 2 നാത്തൂന്മാരും മക്കളും ഉണ്ട് ഇപ്പോൾ ഇവിടെ. അങ്ങനെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഇന്നും ബിരിയാണി വെക്കുകയാണ്. അപ്പോൾ പെരുന്നാളുടെ അന്ന് ബിരിയാണി വെച്ചു. ഡെയിലി ബിരിയാണി കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ച് വെറുംചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുംചോറിന് കറി, രസമാണ്, പിന്നെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ റാവുത്തർ ബിരിയാണിയാണ്. ഇത് നാത്തൂന് ഉണ്ടാക്കിയതാണ്, കാരണം എനിക്കത് ഉണ്ടാക്കാനായിട്ട് അറിയില്ല. അങ്ങനെ രസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ രസത്തിൻ്റെ കൂടെ വെറും ചോറിനും കഴിക്കാം, ബിരിയാണിയുടെ കൂടെയും കഴിക്കാം. തൈര് കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളെയൊക്കെ ഇരുത്തി അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ബിരിയാണി കുറച്ച് മാത്രമേ വെച്ചുള്ളൂ, കാരണം വെറും ചോറിനാണ് കൂടുതൽ ആളുകൾ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ബിരിയാണി ആയിരുന്നല്ലോ. അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നാത്തൂൻ പോയതിന് ശേഷമാണ് ഐസ്ക്രീമിൻ്റെ കാര്യം മറന്നു പോയത് കേട്ടോ. കാരണം അവർ കഴിച്ചതും പെട്ടെന്ന് പോയ കാരണം കൊണ്ട് ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചത് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി കഴിച്ചു. അവർക്ക് കൊടുക്കാനായിട്ട് മറന്നുപോയി. അത് ഭയങ്കര സങ്കടമായി പോയിട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നാത്തൂനും മക്കളും പോവാണ്. അത് കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോൾ എൻ്റെ ആങ്ങളമാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എളാമാൻ്റെയൊക്കെ മക്കളാണ്. പിന്നെ എൻ്റെ അനിയനും, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡ് റെഡിയാക്കി എടുത്തു. പെട്ടെന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് മുതുക്കെ പോയി അരിയൊക്കെ വാങ്ങിയിട്ട് വന്നു. അങ്ങനെ നെയ്ച്ചോറും ബീഫൊക്കെ ഉണ്ടാക്കി അവർക്ക് എല്ലാവർക്കും കൊടുത്തു. അവർ നെല്ലിയാമ്പതി പോയി വരുന്ന വഴി പെട്ടെന്ന് കയറിയതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ. ടാറ്റാ ബൈ.